വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫോറെവർ അലോ സ്ക്രബ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത്. അപ്പോൾ ഫോറെവർ അലോ സ്ക്രബിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതെങ്ങനെ യൂസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. മാർക്കറ്റിൽ ഒരുപാട് സ്ക്രബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ മെജോറിറ്റിയിൽ വരുന്ന സ്ക്രബ്സിൽ സാൻഡ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ടിക്കിൾസ്, ഇതൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ ചിലതിൽ നിലക്കടലയുടെ അംശങ്ങളൊക്കെ ചേർക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഡാമേജ് ചെയ്യും. കാരണം അതിൻ്റെ ഡയമണ്ട് ഷേപ്പിലുള്ള ചെറിയ സ്ക്രബ്സ് ആയിരിക്കും. പക്ഷേ അത് നമ്മളെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കാർസും അതുപോലെ സ്കിൻ ഡാമേജ് വരുത്താനും, അതുപോലെ തന്നെ ചിലത് നമ്മുടെ സ്കിന്നിൽ ബ്ലീഡിങ്സ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്, ഇറിറ്റേറ്റഡ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഫോറെവർ അലോ സ്ക്രബിൽ ഇത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫോറെവർ അലോ സ്ക്രബിൽ ആഡ് ചെയ്തിരിക്കുന്നത് പ്യോർ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെല്ലും അതുപോലെ തന്നെ ജോജോബ മൈക്രോസ്ഫിയേഴ്സുമാണ്. അതായത് സൂക്ഷ്മമായ തരികൾ, ജോജോബയുടെ സൂക്ഷ്മമായ തരികൾ. ഈ ഒരു രണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിനെ നല്ല മോയ്സ്ചേർഡ് ആക്കി വെക്കാനും അതുപോലെ തന്നെ നല്ല ഡീപ്ലി പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്കിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 18 to 28 ഡേയ്സ് കഴിയുമ്പോഴേക്കും അതിനുള്ളിൽ നമ്മളെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ചേഞ്ച് ആവാൻ തുടങ്ങും. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിലെ മുകളിലുള്ള സെൽസ് അത് ഡെഡ് സ്കിൻസ് അക്യുമുലേറ്റ് ചെയ്യും. ആ സ്കിന്നിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പം ഈ ഒരു അലോ സ്ക്രബ് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ആ ഡെഡ് സ്കിന്നിനെ മൊത്തം റിമൂവ് ചെയ്ത് നമ്മളെ ആ പുതിയ സ്കിന്നിനെ എൻഹാൻസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആൻഡ് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോറെവർ അലോ സ്ക്രബിലുള്ള പ്യൂർ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ ആൻഡ് ജോജോബ ഓയിൽ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിനെ നല്ല ന്യൂട്രിയൻസ്, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലോവേരയിലുള്ള ലിഗ്നിൻ ആൻഡ് സഫോളിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ക്ലീൻ ചെയ്തിട്ട് നല്ല ബ്രൈറ്റൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ് അതുപോലെ തന്നെ ഡേർട്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നെ നല്ല മോയ്സ്ചേർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് ഒരിക്കലും ഇത് ഡാമേജ് ചെയ്യുന്നില്ല. നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. ഹെൽത്തി സ്കിന്നാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക് സ്പെഷ്യലി ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം അവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക, പിമ്പിൾസ് മാർക്സ്. അപ്പം ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിനെയൊക്കെ നീക്കം ചെയ്ത് സ്കിന്നെ നല്ല ഹെൽത്തി ആക്കി വെക്കാനും അതുപോലെ തന്നെ ഈ പിമ്പിൾസ് കാരണം ഉണ്ടാകുന്ന സ്കാർസ് അതുപോലെ തന്നെ പാടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വരുന്ന പിമ്പിൾസിനെ, അതായത് ഓയിൽ കൺട്രോൾ ചെയ്ത് പിമ്പിൾസിനെ തടയാൻ വേണ്ടി, പിമ്പിൾസ് ഉണ്ടാവാതിരിക്കാൻ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് വളരെ ഹെൽപ്ഫുൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രബ്സ് എന്ന് പറയുന്നത് നമുക്ക് 1-2 തവണ ആഴ്ചയിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു നമ്മളുടെ ഫോറെവറിൻ്റെ അലോ സ്ക്രബ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും ഡാമേജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ കഴുത്ത്, കാൽമുട്ട്, കൈമുട്ട് എന്നീ ഭാഗങ്ങളിലുള്ള കറുപ്പുകൾ നീക്കം ചെയ്യാനും ഈ ഒരു സ്ക്രബ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. ഇത് നമ്മൾ ചെറിയൊരു എമൗണ്ട് യൂസ് ചെയ്താൽ മാത്രമേ, കാരണം ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ എവിടെയാണോ സ്ക്രബ് ചെയ്യുന്നത് അവിടെ ഒന്ന് വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പി സൈസിൽ നമ്മൾ സ്ക്രബ് എടുക്കുക. അതിനുശേഷം കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോം ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ മസാജ് ചെയ്യുന്നത്, വെറ്റ് ചെയ്തത്, അവിടെ നന്നായിട്ട് ഒരു 3 മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്താണെങ്കിൽ മുഖത്ത്, അതല്ല നമ്മൾ കഴുത്തിലാണെങ്കിൽ കഴുത്തിൽ, കയ്യിലാണെങ്കിൽ കയ്യിൽ, കൈൻ്റെ മുട്ടിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിലാണ്, എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിമ്പിൾസ് മാർക്സ് ഉള്ളത്, അവിടെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 3 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കഴുകിക്കളയാം. ഇത് നല്ല എന്താ പറയുക, നമ്മൾ ഒരിക്കലും മറ്റ് സ്ക്രബുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖവും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ തേച്ചിരിക്കുന്നത് അവിടെയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊരിക്കലും നമ്മൾ ഡ്രൈ ചെയ്യില്ല. നല്ല എന്താ പറയുക, നമ്മൾ കഴുകിയാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് മോയ്സ്ചറൈസേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരു മോയ്സ്ചർ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കാനും, നല്ല എന്താ പറയുക, ആ ഭാഗത്തേക്കുള്ള, അതായത് നമ്മളിപ്പോൾ മുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. കാരണം അവിടേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയാണ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെയുള്ള ബ്ലാക്ക് കളറുകളൊക്കെ, ആ ബ്ലാക്ക് കളറൊക്കെ മാറി നല്ല എന്താ പറയുക, ഹെൽത്തി ആയിരിക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റൺ ആയിരിക്കാനും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ചേഞ്ച് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കളറിന് തന്നെ ചേഞ്ച് വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. മുട്ടിൻ്റെയോ എവിടെയാണോ നിങ്ങൾ ചെയ്യുന്നത്
ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഫോട്ടോ എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് നോക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ എന്താ പറയുക അത്ഭുതപ്പെടും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അഥവാ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. താഴെ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓർഡർ ചെയ്ത് നിങ്ങളെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക് യു.